ഭാഗവത്തിൽ രണ്ടാമത്തെ സ്കന്ധം 4-ാമത്തെ അധ്യായത്തിലാണ് ശുകസാരസ്വതം എന്നുള്ള മന്ത്രം. ശുകാചാര്യൻ ഓരോ മാർഗത്തിലൂടെ ഓരോ ആൾക്കാർ ഭഗവാനിൽ എത്തിച്ചേരുന്നു എന്നാണ് ഇവിടെ പറയുന്നു. ഒരു കുളമുണ്ടെങ്കിൽ 4 വശത്തിൽ വഴിയുണ്ടാവില്ലേ, ഇറങ്ങി വെള്ളം കുടിക്കാം. അതുപോലെയാണ് ചില ആളുകൾ യത് കീർത്തനം, യത് സ്മരണം, യദീക്ഷണം, യദ്വന്ദനം, യത് ശ്രവണം, യദർഹണം, ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം, തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. ചില ഭാഗ്യമുള്ളവർ ഭക്തിമാർഗത്തിലൂടെ ഭഗവാനെ എത്തിച്ചേരുന്നു. യത് കീർത്തനം, ഭഗവാന്റെ കീർത്തനം ചൊല്ലുന്നു, പിന്നെ ഭഗവാനെ സ്മരിക്കുന്നു. ദശാവതാചാരത്തിൽ നടക്കുമ്പോൾ ഓരോ ദിവസം വന്ന് തൊഴാൻ വേണ്ടി വരുന്നു ചില ആളുകൾ. മുന്നിലല്ലേ പിന്നിലല്ലേ, ആ സമയത്ത് വന്ന് ഹരിനാമ ജപിക്കും, ഭഗവാനെ തൊഴും. അത് വലിയ ഭാഗ്യം തന്നെയാണ്. യദീക്ഷണം, യത് വന്ദനം, പിന്നെ ഭഗവാനെ വീണ്ടും നമസ്കരിക്കുന്നത്, പിന്നെ യത് ശ്രവണം, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാനെ പൂജിക്കുന്നതും. അതൊക്കെ എന്ത് ചെയ്യുന്നു? ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം. അതൊക്കെ നമ്മുടെ പാപങ്ങളൊക്കെ മാറ്റി നമുക്ക് നന്മ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ ജ്ഞാനയോഗത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. വിചക്ഷണായച്ചരണോപസാരണാത്. വിചക്ഷണാ, കുറച്ച് സാമർഥ്യമുള്ളവരാണ് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നു. ഭഗവാനെ ആശ്രയിച്ചതിൻ്റെ ഒരു ധൈര്യം കൊണ്ടാണ് സംഘം യുധസ്യ. ചില സന്യാസിമാർ നടക്കുന്നുണ്ടല്ലോ, എല്ലാം ഉപേക്ഷിച്ച് നടക്കുന്നു. പിന്നെ അവർക്ക് ഭക്ഷണത്തിന് എന്ത് ചെയ്യും? അങ്ങനെ അവർ വിഷമിക്കാറില്ലേ? ഇതാ കാരണം അവർക്ക് വേണ്ട സമയത്തിൽ ഭക്ഷണം ഭഗവാൻ കൊടുത്തേക്കും. ചില സന്യാസിമാർ അങ്ങനെയില്ലേ, പുറത്തേക്ക് വേഷം മാത്രമേ അണിഞ്ഞിട്ടുള്ളൂ, ഉള്ളിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഒരു തമാശ പറയാനുണ്ട്. ആന്ധ്രാദേശത്തിൽ നിന്നും ഒരു സന്യാസി പുറപ്പെട്ട് കാശിയിലേക്ക് ചെന്നു. ഇടയ്ക്കിടയ്ക്ക് പറയും ഏവി ആയിനോ, ഏവി ആയിനോ. അങ്ങനെ തെലുങ്കിൽ എന്നർത്ഥം, തെലുങ്ക് ഭാഷയിൽ ഏവി ആയിനോ പറഞ്ഞാൽ എന്തായോ എന്തായോ, അങ്ങനെയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. അപ്പോൾ ശിഷ്യൻ നോക്കി, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏവി ആയിനോ പറയുന്നുണ്ടല്ലോ, എന്താണ് ആ കാര്യം? പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാമം, സ്വന്തം ഗ്രാമം എന്താണ് ആലോചിച്ച് ഗ്രാമത്തിലെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായി. ഇതാ കാരണം ഇദ്ദേഹം സന്യാസിയായി പുറപ്പെട്ട സമയത്ത് ഭാര്യ ഗർഭവതിയായിരുന്നു, പൂർണ്ണ ഗർഭവതിയാണ്. ഇപ്പം എന്തായോ, കുട്ടിയാണോ കുഞ്ഞാണോ എന്താണ് അത് അദ്ദേഹത്തിന്, അതാണ് എപ്പോഴും ചിന്ത. എന്നാൽ ഏവി ആയിനോ ഏവി ആയിനോ. അപ്പോൾ ആ കുട്ടിയെ കൊണ്ടുവന്നു. ഏവി ആയിനോ എന്ന് പറയുമ്പോൾ ഈ കൊടുക്കായിനോ, ഇത് കുട്ടിയാണ്, കൊടുത്തു. അങ്ങനെ പുറത്തേക്ക് ഭഗവാൻ തന്നെ കീഴിൽ വരുന്നു. പുറത്ത് വേഷമൊക്കെ സന്യാസി വേഷം ധരിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ വേറെ ചിന്തിച്ചിട്ട് കാര്യമില്ല. സംഘം യുധസ്യ ഉഭയതോന്തരാത്മനഃ. അങ്ങനെ ചില ആളുകൾ വിന്ദന്തി ബ്രഹ്മഗതിം ഗതക്ലമാഃ തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. പിന്നെ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. തപസ്വിനോ ദാനപരാ യശസ്വിനോ മനസ്വിനോ മന്ത്രവിദഃ സുമംഗളാഃ. തപസ് ചെയ്യുന്നവരും ആ തപസ്സിൻ്റെ ഫലം ഭഗവാനായിട്ട് സമർപ്പിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ സുതീക്ഷ്ണൻ അല്ലെങ്കിൽ ശരഭംഗൻ പേരുള്ള മഹാത്മാവിനെ കാണാൻ പോകുന്നു ഭഗവാൻ രാമചന്ദ്ര മഹാപ്രഭു. ശരഭംഗൻ തപസ് കഴിയുന്ന സമയത്ത് ഇന്ദ്രൻ വന്നിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുപോകാൻ, ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോൾ അവിടെ രാമചന്ദ്ര മഹാപ്രഭു വരുന്നത് കണ്ടു. രാമചന്ദ്ര മഹാപ്രഭു വരുന്ന സമയത്ത് ഞാൻ സ്വർഗത്തേക്ക് പോയാൽ നന്നാവില്ല, കാരണം അടുത്ത് കാണുകൊണ്ട് ഇദ്ദേഹം പോയി പറഞ്ഞാൽ അത്ര നന്നായിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ദ്രനോട് പറഞ്ഞ് കുറച്ച് നേരം നിൽക്കും, പിന്നെ വരാം. അതാണ് മഹാത്മാക്കളുടെ ശക്തി. ഇന്ദ്രൻ കാത്തു നിൽക്കുന്നു. ശരഭംഗനെ തൊഴുതു രാമൻ. പക്ഷേ ശരഭംഗനക്ക് വന്ന ആളാരാണ് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ബ്രാഹ്മ്യാശ്ച നാകപൃഷ്ഠ്യാശ്ച പ്രതിഗൃഹീഷ്വമാമകാണ്. ഭഗവാനെ, ഞാൻ 2 വിധ തപസ് ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മ്യാശ്ച, ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരാനുള്ള തപസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വർഗത്തിലേക്ക് പോകാനുള്ള യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. നമ്മളൊക്കെ നാരായണായ സമർപ്പിക്കാൻ വെറുതെ വെള്ളം ഒഴിക്കേ ഉള്ളൂ. അവിടെ ഡയറക്റ്റായിട്ട് നാരായണൻ കൈ കാണിക്കുന്നു. ഭഗവാനെ നിനക്ക് സമർപ്പിക്കുന്നു പറഞ്ഞപ്പോൾ രാമചന്ദ്ര പ്രഭു അവിടെ മനുഷ്യൻ പോലെ വേഷം ധരിച്ചാലും
അവിടെ വാൽമീകി രാമായണത്തിൽ നേരിട്ട് പറഞ്ഞു അഹമേവ ആഹരിഷ്യാമി തന്നോളൂ. എന്നാൽ ഭഗവാൻ നേരിട്ട് ആ തപസ്സിൻ്റെ ഫലം സ്വീകരിച്ചു. അപ്പോൾ എന്തായി? തപസ് കൊണ്ട് ബ്രഹ്മലോകമോ സ്വർഗമോ എത്തേണ്ട ഈ ശരഭംഗൻ എന്തായി? ഡയറക്റ്റ് ത്രൂ ടിക്കറ്റ് മോക്ഷം, ശരഭംഗ മോക്ഷം എന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. ശരഭംഗ സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? പക്ഷെ എന്തായാലും അദ്ദേഹം തൻ്റെ തപസ്സിൻ്റെ ഫലം, ദാനത്തിൻ്റെ ഫലമൊക്കെ സമർപ്പിച്ചു. തപസ്വിനോ ദാനപര യശസ്വിനോ, ഇതൊക്കെ ഭഗവാനക്ക് സമർപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ നന്മ ഉണ്ടാവും. അതാണ് നമ്മുടെ സമ്പ്രദായത്തിൽ ഏത് കർമ്മം സമർപ്പിക്കുമ്പോഴും നാരായണായേതി സമർപ്പയാമി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ കുളത്തിലുള്ള വെള്ളം കുടിക്കാൻ 4 വഴിയുണ്ടല്ലോ. വഴിയിൽ നല്ല ചുട്ടു പഴുക്കുന്ന നല്ല വെയിലാണ്, മുമ്പിൽ വെള്ളമുണ്ട്, പറ്റുന്നവർ പെട്ടെന്ന് ഇറങ്ങി വെള്ളം കുടിക്കും. പക്ഷെ നടക്കാൻ വയ്യാത്ത ആള്, കാല് തന്നെ ഇല്ലേ. സന്ധ്യാസമയമാണെങ്കിൽ കുറച്ച് ഇറങ്ങി പോകാൻ പറ്റും. നല്ല ചൂടുള്ള സമയത്ത് പടിയൊക്കെ നല്ല ചൂടല്ലേ, ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ലേ. നല്ല ദാഹിച്ചിരിക്കുന്നു, മുമ്പിൽ വെള്ളം കാണുന്നുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി പോകാൻ പറ്റില്ലേ, കാല് ഇല്ലേ. അങ്ങനെയുള്ള ആൾ ഇത് ചെയ്യും. മുമ്പിൽ വെള്ളമുണ്ട്, നേരിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഇയാളുടെ ദാഹം ശമിപ്പിക്കാൻ കരുണ ഉള്ള ഒരു ആൾ വന്ന് ഒരു ദൊണ്ണയിലോ, ദൊണ്ണ പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അയാളുടെ വായിൽ ഒഴിച്ചു കൊടുത്താൽ എങ്ങനെയാണോ അതേപോലെയാണ് ഈ 3 വഴി ഉണ്ടെങ്കിലും ജ്ഞാനയോഗം, കർമ്മയോഗം, പിന്നെ ഭക്തിയോഗം ഇവിടെ പറഞ്ഞില്ലേ. ഇങ്ങനെ ഓരോരോ യോഗത്തിൽ ചെല്ലണമെങ്കിൽ അതിന് ഓരോരോ എൻട്രൻസ് പരീക്ഷ വേണം. ഭക്തിയോഗം വേണമെങ്കിൽ ചിലം നല്ല വിശ്വാസം വേണം, ഭഗവാൻ എന്നെ രക്ഷിക്കും, ആ വിശ്വാസം വേണം. ഇപ്പോൾ ഒരാൾക്ക് വിശ്വാസമില്ല, അവൾ ഞാൻ പറഞ്ഞത് ഭഗവാൻ കൊടുത്താലേ ഭഗവാനക്ക് ശക്തി ഉള്ളൂ അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഈ ദേവനക്ക് ഈ അമ്പലത്തിന് അത്ര ശക്തി ഇല്ല, ആ അമ്പലത്തിൽ പോയിക്കോളൂ ചോദിച്ചാൽ കിട്ടും ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്ര പൂർണ്ണ വിശ്വാസം നമുക്ക് ഇല്ല, അതുകൊണ്ട് ഭക്തിയോഗം പറ്റുന്നില്ല. ജ്ഞാനയോഗമാണെങ്കിൽ എല്ലാം ഉപേക്ഷിക്കണം, എല്ലാം ഉപേക്ഷിക്കണം. ഒരു ചെരുപ്പ് പോലും ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. സപ്താഹത്തിൽ എന്നാൽ ചെരുപ്പിൻ്റെ ഓർമ്മയാണ്, അവിടെ വെച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകാതെയും അതിൻ്റെ ഓർമ്മയിലാണ് നമ്മൾ. അപ്പോൾ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു വൈരാഗ്യവും ഇല്ല, പൂർണ്ണ വൈരാഗ്യം ഇല്ല. പിന്നെ കർമ്മയോഗമാണെങ്കിൽ എല്ലാം ഇതം നമമ ഇതം നമമന എല്ലാം ഭഗവാനായിക്ക് വേണ്ടി ഭഗവാനായിക്ക് സമർപ്പിക്കണം. അപ്പോൾ അത്രയും ഒരു വൈരാഗ്യവും ഇല്ല. ഇങ്ങനെയുള്ള നമ്മൾ ഈ കാലില്ലാത്ത ആൾ പോലെയാണ്, മുമ്പിൽ ഭഗവാനെ കാണുന്നുണ്ട്, എന്താണ് വെള്ളം പോലെയാണ് ഭഗവാൻ, പോകാനുള്ള പടിയുമുണ്ട്, പക്ഷെ എടുത്ത് കുടിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ കരുണ ഉള്ള ഒരാൾ വെള്ളം വായിൽ ഒഴിച്ചതുപോലെ ചില മഹാത്മാക്കൾ വന്നാൽ അവരുടെ കാല് പിടിച്ചാൽ മതി. കിരാത കൂണാന്ധ്ര പുളിന്ദ പുൽക്കസാഹ ആഭീര കങ്കായവനാഖസാദയ യേന്യേ ച പാപായ രൂപാശ്രയാശ്രയാഃ ശുദ്ധ്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. ചില ആൾക്കാർക്ക് കർമ്മം പറഞ്ഞിട്ടുണ്ട്, അവർ കർമ്മം ചെയ്യുന്നില്ല. കർമ്മം ചെയ്യണം പറയാത്ത ആൾക്കാർ കർമ്മം ചെയ്യാൻ പുറപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഏന്യേച്ച പാപ യരൂപ ഇങ്ങനെയുള്ള ഭക്തന്മാരൊക്കെ, ആ സാധാരണ ആൾക്കാരൊക്കെ ഭഗവാന് ഭജിക്കുന്ന ഭക്തൻ്റെ കാല് പിടിച്ചാൽ മതി, അവരുടെ കാരുണ്യം കൊണ്ട് നമുക്കും രക്ഷപ്പെടാൻ സാധിക്കും. ഇതിനച്ച ഉദാഹരണമൊക്കെ നമുക്ക് കഥ പറയാൻ ഉണ്ട്, എന്തായാലും സമയമായി. ഭക്തന്മാരുടെ കാല് പിടിച്ചാൽ മതി, അവരുടെ അനുഗ്രഹം കൊണ്ട് സാധാരണക്കാർക്കും മോക്ഷപദത്തിൽ എത്താൻ സാധിക്കും. ഉദാഹരണം കേരളത്തിൽ തന്നെ പൂന്താനം ഭാഗവതം വായിക്കാറുണ്ട്. എൻ്റെ ഗുരുനാഥൻ അങ്ങനെ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വാഴക്കൊള്ളല്ലേ, വാഴയൊക്കെ ഉണ്ടായിരുന്നു. ചില പ്ലാവ് മരം, ഏത് മരം ആയിക്കോട്ടെ, അദ്ദേഹം തൻ്റെ വീട്ടിലിരിക്കുന്ന വാഴയുടെ അടുത്താണ് എപ്പോഴും ഭാഗവതം വായിക്കാറുണ്ട്. വായിക്കുമ്പോൾ തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായം വായിച്ചു, വൈകുണ്ഠത്തിൻ്റെ വർണ്ണനം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത്ര ഗംഭീരമായി വർണ്ണിച്ചിട്ടുണ്ടല്ലോ വൈകുണ്ഠം, അതൊന്ന് കണ്ടാൽ കൊള്ളാം. അദ്ദേഹം മനസ്സിൽ വിചാരിച്ച് രാത്രി ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം വൈകുണ്ഠം എങ്ങനെ വായിച്ചുവോ ഭാഗവതത്തിൽ അതേപോലെ തന്നെ ഭഗവാൻ കാണിച്ചു തരണം. അദ്ദേഹം വൈകുണ്ഠത്തിൽ വാതിൽ എത്തിയപ്പോൾ അവിടെ 2 ആൾക്കാരുണ്ട്. വരൂ ഇവിടെ വരൂ, ഇവിടെയാണ് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം, ഇവിടെയാണ് പ്രത്യേക ഭക്തന്മാർക്ക് സ്പെഷ്യൽ ദർശനം കൊടുക്കുന്ന സ്ഥലമാണ്, ഇവിടെയാണ് ഭഗവാൻ വാക്കിയും പോകുന്ന സ്ഥലം.
ഇതാണ് തോട്ടം, ഇതാണ് വാപി. ഇപ്പം ആ വൈകുണ്ഠത്തിലിരുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ച് കൊടുക്കുന്നു. പൂന്താനത്തെ ഒരു വിളിച്ചു കൊണ്ടുപോകണം. അപ്പോൾ പൂന്താനം ചോദിച്ചു, നിങ്ങളുണ്ടെങ്കിൽ ആരാണ്? അവർ പറഞ്ഞത്, ഞങ്ങൾ മനസ്സിലായില്ലേ, എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ അടുത്താണ് ഭാഗവതം വായിക്കാറുണ്ട്. എന്താ, നിങ്ങളുടെ വീട്ടിലിരുന്ന റെഡ് വാഴ മരങ്ങളാണ് ഞങ്ങൾ. ഭാഗവതം ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വായിച്ചത് കൊണ്ട് അത് കേട്ട് ഞങ്ങൾക്ക് വൈകുണ്ഠത്തിലെത്താൻ സാധിച്ചു. അത് പറഞ്ഞ് അദ്ദേഹം കണ്ടു തുറന്നപ്പോൾ 4 മണി 5 മണിയായി, പുലർച്ചയായി. വാതിൽ വന്ന് നോക്കുമ്പോൾ ആ വാഴ രണ്ടും വീണ് കിടന്നു. രാത്രിനുള്ള കാറ്റ് മഴയായതുകൊണ്ട് വീണ് കിടന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി, ഭാഗവതം കേട്ട വാഴയ്ക്ക് തന്നെ മോക്ഷം കിട്ടി. എന്തുകൊണ്ട്? പൂന്താനത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒരു ഭക്തന്മാരുടെ വീട്ടിൽ ഒരു മരമായി ജനിച്ചാൽ മതി, അവർക്ക് വൈകുണ്ഠം റിസർവേഷൻ കിട്ടിക്കഴിഞ്ഞു. ഭക്തന്മാരുടെ വീട്ടിൽ ഒരു പാത്രമായി ജനിച്ചാൽ മതി. തമിഴ്നാട്ടിലൊക്കെ നല്ല ഭക്തന്മാരൊക്കെ ആ പാത്രത്തിൽ സ്വന്തം ഇനിഷ്യലൊക്കെ MS NS അങ്ങനെ എഴുതാറില്ലേ. എൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിൽ പാത്രം ശ്രീഹരി ശ്രീഹരി ഇങ്ങനെ എഴുതി വെക്കുള്ളൂ. അപ്പോൾ ഭക്തന്മാരുടെ വീട്ടിൽ ഒരു പാത്രമായിരുന്നാൽ അവർക്കും നാമം കിട്ടി, വൈകുണ്ഠത്തിലെത്തും. അതിന് നേരത്തെ കഥ ഒക്കെ ഉണ്ട്. ഏത് ഉപാശ്രയാശ്രയാഹ, ഭഗവാന്റെ ഏറ്റവും ഒരു സുഹൃത്താണ് ദധിഭാണ്ഡം. ഭഗവാന്റെ അഷ്ടസഖാക്കളുണ്ടല്ലോ, ഭാഗവത്തിൽ വർണ്ണിക്കുന്നത്. ആ രാധയ്ക്ക് 8 സഖികളെ പോലെ ശ്രീകൃഷ്ണ ഭഗവാനക്ക് അഷ്ടസഖാക്കളാണ്. അതിൽ ഒരാളാണ് ദധിഭാണ്ഡം. ദധിഭാണ്ഡം പറഞ്ഞാൽ തൈര് കളമാണ് പേര്. ദധിയുടെ പാത്രം എങ്ങനെയാണോ, തൈര് ഒഴിക്കുന്ന വലിയ പണ്ടൊക്കെ വലിയ പാത്രം തൈര് വെച്ച് കളക്കാറുണ്ടല്ലോ, അങ്ങനെ ദധിയുടെ കളം പോലെ വലിയ വയറും ചെറിയ കഴുത്തും ഇങ്ങനെ ഇരിക്കുന്ന ആളാണ്. പക്ഷെ നല്ല ഭക്തനാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഗർഗാചാര്യൻ്റെ പുത്രൻ എന്ന് കൂടി പറയുന്നു. എന്തായാലും അവിടെ ഒരു ബ്രാഹ്മണന്റെ പുത്രനാണ്. അവൻ്റെ ഒറിജിനൽ പേര് മൻസുഖ. മൻസുഖ അങ്ങനെ പറയുള്ളൂ വൃന്ദാവനത്തിലൊക്കെ. മൻസുഖ, കൃഷ്ണന്റെ മനസ്സിന് സുഖം കൊടുക്കുന്ന ആളാണ് മൻസുഖ. പക്ഷേ നമ്മൾ കാണുമ്പോൾ തൈര് കളമ്പോൾ ആയതുകൊണ്ട് തൈര് ചട്ടി എന്ന് പറയും തമിഴൊക്കെ. ദധിഭാണ്ഡൻ എന്നാണ് പേര്. ഒരു ദിവസം ഈ കുട്ടികളും കണ്ണനും ഒളിച്ച് കളിക്കുന്ന കളിയാണ്. കണ്ണൻ ഒരു സ്ഥലത്തിൽ ഒളിച്ചിരിക്കുന്നു, കുട്ടികൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കാണാത്തിരിക്കില്ല, എവിടെയെങ്കിലും ഒളിച്ചിരിക്കേണ്ടേ. അപ്പോൾ കണ്ണൻ പറഞ്ഞു ദധിഭാണ്ഡനോട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വലിയ തൈർക്കടമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇരിക്കാം, അതിൻ്റെ മുകളിൽ നീ കയറിയിരുന്നോളൂ, പിന്നെ അവർ പോയ ശേഷം ഞാൻ വരാം. ശരി പറഞ്ഞു. അതേപോലെ വലിയ തൈർക്കളത്തിൽ ഉണ്ണിക്കണ്ണൻ കയറി ഉള്ളിലിരുന്നു. അതിൻ്റെ മുകളിൽ ഈ ദധിഭാണ്ഡൻ കയറിയിരുന്നു. കുട്ടികളൊക്കെ അന്വേഷിക്കുന്നു, ദധിഭാണ്ഡ കൃഷ്ണൻ എവിടെ? അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. കൃഷ്ണ കൃഷ്ണ രാമ രാമ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളൊക്കെ കളിയാക്കി. താഴെ ഒരു തൈർക്കളം, അതിൻ്റെ മുകളിൽ വേറൊരു തൈർക്കളം, ദധിഭാണ്ഡൻ്റെ മുകളിൽ ദധിഭാണ്ഡം എന്ന് പറഞ്ഞ് കളിയാക്കി പോയി. കുട്ടികൾ പോയ ശേഷം ആ തൈർക്കളത്തിൻ്റെ ഉള്ളിൽ നിന്നും കണ്ണൻ വിളിച്ചു, ദധിഭാണ്ഡ ഒന്ന് എഴുന്നേൽക്കൂ, എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി, എഴുന്നേൽക്കൂ. ദധിഭാണ്ഡൻ പറഞ്ഞു, എനിക്ക് ഒരു സത്യം ചെയ്തു തരണം. എന്താ? എനിക്ക് മോക്ഷം വേണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മോക്ഷം എന്നെ കൊണ്ട് കൊടുക്കാൻ വയ്യ, അത് ഭഗവാനോട് വിഷ്ണുവോട് ചോദിച്ചോളൂ. അപ്പോൾ ദധിഭാണ്ഡൻ പറഞ്ഞു, നീ ആരാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് മോക്ഷം കൊടുത്താലേ ഞാൻ എഴുന്നേൽക്കുള്ളൂ. ശരി പറഞ്ഞു, നിനക്ക് മോക്ഷം തന്നേക്കാം. പറഞ്ഞിട്ട് ദധിഭാണ്ഡൻ എഴുന്നേൽക്കുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, ദധിഭാണ്ഡ ശ്വാസം മുട്ടാൻ തുടങ്ങി, വേഗം എഴുന്നേൽക്കൂ, ഒരു വരം കൂടി വേണം. എന്താ? എനിക്ക് നിന്നെ കാണിച്ചു കൊടുത്തില്ലേ, ഈ തൈർക്കളത്തിന് മോക്ഷം കിട്ടണം. തൈർക്കളത്തിന് മോക്ഷം കിട്ടണം പറഞ്ഞാൽ സാധാരണക്കാർക്ക് പോലെ കിട്ടാൻ വളരെ പ്രയാസമാണ്. യോഗികളും ജ്ഞാനികളൊന്നും കാത്തിരിക്കുന്ന മോക്ഷം തൈർക്കളത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? അത് പറ്റില്ല. ഈ എൻ്റെ തൈർക്കളത്തിനും മുക്തി കിട്ടും പറഞ്ഞാലേ ഞാൻ എഴുന്നേൽക്കുള്ളൂ. ശരി പറഞ്ഞു ഭഗവാൻ. പിന്നെ ദധിഭാണ്ഡൻ എഴുന്നേറ്റ ശേഷം തൈർക്കളത്തിൽ നിന്ന് പുറത്തേക്ക് ഭഗവാൻ വന്നു. അടുത്തക്ഷണം ചെയ്തു, വൈകു ശബ്ദം കിട്ടു, ഈ തൈർക്കളം പറക്കാൻ തുടങ്ങി. ത്രൂ വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠത്തിലിപ്പോൾ വൈകുണ്ഠനാഥൻ നോക്കിയിരിക്കുന്നു. എന്താ ഒരു ഭൂലോകത്തിൽ ഒരു തൈർക്കളം അവിടെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭക്തന്മാർക്ക് ചോദിച്ചു, വൈകുണ്ഠത്തിലിരുന്ന പാഠകന്മാർക്ക് എന്താണ് തൈർക്കളം? ഒരു ഭക്തന്റെ തൈർക്കളമാണ്. ഭക്തനെ ആശ്രയിച്ചത് കൊണ്ട് അവൻ്റെ പാത്രത്തിന് പോലും മോക്ഷം കിട്ടി.
പറഞ്ഞു വന്ന കാര്യം ഒരു ഭക്തനെ ആശ്രയിച്ചാൽ മതി. യദുപാശ്രയാശ്രയാഃ ശുച്യന്തി തസ്മൈ പ്രഭവിഷ്ണവേ നമഃ. ഒരു ഭക്തന്മാരുടെ സംബന്ധം നമുക്ക് ഉണ്ടായാൽ മതി, അതുകൊണ്ട് നമുക്ക് സദ്ഗതി കിട്ടും എന്നാണ് ഈ സുഖസ്തുതിയുടെ താത്പര്യം. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സുഖാചാര്യൻ പറയുന്നു, സോളം കൃഷിഷ്ട ഭഗവാൻ വചാംസിമേ. എൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാൻ തൻ്റെ സൃഷ്ടിലീലകളെ വർണ്ണിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ബ്രഹ്മനാരദ സംവാദമായിട്ട് വർണ്ണിക്കുന്നു. നാരദൻ ബ്രഹ്മാവോട് ചോദിക്കുന്നു, നിങ്ങളല്ലേ സൃഷ്ടികർത്താവ്? പക്ഷേ പറഞ്ഞു, ഇപ്പോൾ കർത്താവ് പല ആളുകൾ പറയുന്നത്, കർത്താവ് ഒരാളേ ഉള്ളൂ. ഭഗവാൻ എന്നെയും സൃഷ്ടിച്ചു, എനിക്ക് വേണ്ട കാര്യങ്ങളും സൃഷ്ടിച്ചു കൊടുത്തു. ആദ്യം ഈ ലോകത്തിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നു. വെള്ളയിൽ കൊടുത്ത ഒരു പൂവും താമരപ്പൂവും ഉണ്ടായി. താമരപ്പൂവിൽ സ്വയം ആവിർഭവിച്ചതുകൊണ്ടാണ് സ്വയംഭൂ എന്ന് പേര് കിട്ടിയ ബ്രഹ്മാവിന്. അദ്ദേഹം ആ താമരയുടെ ആ തണ്ടും പിടിച്ച് കുറേ കാലം അന്വേഷിച്ച് നോക്കി. 100 കൊല്ലം ഈ താമര എവിടെ നിന്നാണ് വരുന്നു. കുറേ കാലം അന്വേഷിച്ചും കിട്ടുന്നില്ല, പിടി എവിടെയാണ് കിട്ടുന്നില്ല. വീണ്ടും താമരയുടെ മുകളിൽ കയറിയിരുന്നപ്പോഴാണ് ശബ്ദം കേട്ടു, തപതപേ ത്യേവം ഹി വൈകായസീം വാണീമേനമശിശ്രവസ് ശ്രുതിസുഖാം കുറുവന്ന് തപപ്രേരണ. പുറത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല, ധ്യാനം ചെയ്ത് നോക്കൂ. അങ്ങനെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ധ്യാനം ചെയ്തു. ധ്യാനം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വൈകുണ്ഠ ദർശനം കിട്ടി. അതിൽ ഭഗവാൻ കണ്ട് നമസ്കരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കൈ പിടിച്ച് ഭഗവാൻ അടുത്തെത്തി ബ്രഹ്മാവിന് 4 ശ്ലോകത്തിൽ ഭാഗവത ഉപദേശം കൊടുത്തു. കാരണം ബ്രഹ്മാവിന് വലിയ കാര്യമാണ്, കൂടുതൽ ഭാഗവതം വായിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം 4 തല ഉണ്ടല്ലോ, ഒരു തലയ്ക്ക് ഒരു ശ്ലോകം, അങ്ങനെ കണക്ക് വെച്ച് 4 ശ്ലോകം. പിന്നെ മുഖപുറയായിട്ട് 2 ശ്ലോകമും ഫലശ്രുതിയായിട്ട് 1 ശ്ലോകം കൂട്ടിച്ചേർത്ത് 7 ശ്ലോകങ്ങളാണ്. ജ്ഞാനം പരമഗുഹ്യമേയ വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗഞ്ച ഗാനഗതിതം മയാ. പരമഗുഹ്യമായ ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പോകുന്നു. ജ്ഞാനം പറഞ്ഞാൽ പഠിച്ച ജ്ഞാനമാണ് ജ്ഞാനം. വിജ്ഞാനം പറഞ്ഞാൽ അനുഭവജ്ഞാനം. സരഹസ്യം, ഈ ജ്ഞാനവിജ്ഞാനത്തിനെ കിട്ടാൻ രഹസ്യമായ ഭക്തി വേണം. ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം കിട്ടുള്ളൂ. പിന്നെ തത് അംഗഞ്ച ഗൃഹാണ്, അതിൻ്റെ അംഗമായിട്ട് കർമ്മവും വേണം. ഞാൻ എങ്ങനെയുള്ള ആളാണ്, ഇതൊക്കെ എനിക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാകും. ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് ഞാൻ തന്നെ ഉണ്ടായിരുന്നു, മധ്യയിലും ഞാൻ തന്നെ ഇരിക്കുന്നു, അവസാനത്തിലും ഞാൻ തന്നെ അവസാനിക്കാൻ പോകുള്ളൂ. നമ്മൾ സിനിമ കാണാൻ പോകാറുണ്ടല്ലോ, സിനിമ കണ്ടിട്ടുണ്ടാവും. ആദ്യം എന്തായിരിക്കുന്നു, ഒരു തുണി, ഇടയ്ക്ക് നരച്ചും കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവസാനം ലൈറ്റ് ഇടും, ദ എൻഡ് എന്ന് കേട്ടപ്പോൾ അവസാനം ഒരു തുണിയേ ഉള്ളൂ. ആദ്യവും തുണി, ഇടയ്ക്കും തുണി തന്നെയാണ്. പക്ഷെ തുണിയുടെ ഉള്ളിൽ നമുക്ക് പല കാഴ്ചകൾ കണ്ടു. യുദ്ധം, പിന്നെ വണ്ടി ഓടുന്നതും. അതിലൊരു വിഡ്ഢി നോക്കിയിരുന്നു, ഒരു ലാറി നിറച്ച് പണം കൊണ്ടുപോയി. ലാറി മരത്തിൽ ഇടിച്ച് ആ ലാറിയിൽ നിന്നും നിറച്ചു പണം താഴെ വീഴുന്നത് കണ്ടു. എന്തായാലും നിറച്ച് പണം താഴെ വീണിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ ശേഷം കുറച്ച് കൊണ്ടുപോകാൻ വിചാരിച്ച് ലൈറ്റ് ഇട്ട ശേഷം അവിടെ ചെന്നപ്പോൾ ഒരു പണവും ഇല്ല, ലാറിയില്ലേ. ഒരു തുണി മാത്രമേ ഉണ്ടായിരുന്നു. ആദ്യവും തുണി, അവസാനവും തുണി. ഇടയിൽ ചില കാഴ്ചകൾ കണ്ടതുപോലെയാണ്. ഈ ലോകത്തിൻ്റെ ആദ്യത്തിലും ഭഗവാൻ തന്നെയാണ്, ഇടയിലും ഭഗവാൻ തന്നെയാണ്, അവസാനത്തിലും ഭഗവാൻ തന്നെയാണ്. ഇതുപോലെയാണ്. ഇതുപോലെ ശരിക്കാവില്ലേ. ഒരു സുവർണം ആദ്യം ഉണ്ടായിരിക്കുന്നു, പിന്നെ അത് ആഭരണമാകുമ്പോഴും സുവർണമായിട്ട് തന്നെ ഇരിക്കുന്നു. അവസാനവും അത് വേണ്ട, ആഭരണം വേണ്ട, വീണ്ടും സുവർണ കട്ടിയായിട്ട് മാറ്റണം വിചാരിച്ചാൽ അതുപോലെ ആവും. അതുപോലെയാണ് അഹമേവാസമേവാഗ്രേ നാന്യത്യത് സത്പരം. പക്ഷേ സത്യമായിട്ട് ഒരാൾക്ക് ഇത് തുണിയാണെന്ന് മനസ്സിലാവും. സാധാരണക്കാർ അത് കാഴ്ചകൾ നോക്കി അത് ആസ്വദിച്ച് കിട്ടും. അതുപോലെയാണ് സാധാരണക്കാർക്ക് ഈ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ജ്ഞാനികൾ ഇതൊക്കെ കാഴ്ചയാണ്, സത്യം ആ തുണിയാണ് അവർ മനസ്സിലാക്കി. ജ്ഞാനികൾ അങ്ങനെ ഭഗവാനെ മറയ്ക്കുന്ന രൂപമാണ് മായയുടെ രൂപം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് 7 ശ്ലോകത്തിൽ ഭഗവാൻ ഉപദേശം കൊടുത്തു. അത് ജപിച്ച് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി. ഇതേ സൃഷ്ടി വിഷയം വീണ്ടും മൈത്രേയൻ വിതുരനുക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി വിസ്തരിച്ച് ബ്രഹ്മാവിൻ്റെ സ്തുതിയും പിന്നെ വീണ്ടും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വിസ്തരിച്ച് വർണ്ണിക്കുന്നു. അതിൽ ആദ്യം ഭഗവാൻ പറഞ്ഞ 4 ശ്ലോകം ജപിച്ചുകൊണ്ട് സൃഷ്ടിച്ചപ്പോൾ എന്തായി,
ആദ്യം 4 ഭക്തന്മാർ പ്രത്യക്ഷപ്പെട്ടു. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? വിവാഹം കഴിഞ്ഞാൽ ദമ്പതിമാർ ഒരു സപ്താഹം കേട്ടിട്ട് പിന്നെ അവർ ദാമ്പത്യത്തിൽ പുറപ്പെട്ടാൽ ഇതുപോലെ നല്ല കുട്ടികളൊക്കെ ഉണ്ടാകും. അങ്ങനെ ആദ്യം 4 നല്ല കുട്ടികൾ ഉണ്ടായി. പിന്നെ അവർ കൂടുതൽ നല്ല കുട്ടികളായാൽ ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ ഇരിക്കുന്ന വീട്ടിലേക്ക് വരുന്നില്ലേ പറഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്ക് പേടിയാവും, സന്യാസിയാവുമോ. അങ്ങനെ അവർ പുറപ്പെട്ടു, സന്യാസിയായി പുറപ്പെട്ടു. ഇപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു, എന്നെ സഹായിക്കാൻ ഒരു കുട്ടിയില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ദേഷ്യം തന്നെ ഒരു അവതാരമായി അവിടെ വന്നു. ശ്രീരുദ്രൻ്റെ അവതാരം. തമിഴിൽ ചോദിക്കാണ്ട്, നിനക്കെന്താ മൂക്ക് മേലെ കോപം? അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെയാണ് മനസ്സിലായില്ലേ? ദേഷ്യം വരുമ്പോൾ മൂക്കിൻ്റെ മുകളിൽ എത്ര ശുണ്ടി എടുക്കുന്നു എന്ന് പറയാറുണ്ട്. അതിനെന്താ, ആദ്യം ബ്രഹ്മാവിൻ്റെ ആ ശുണ്ടി മൂക്കിൻ്റെ മുകളിൽ നിന്നിങ്ങനെ അവതരിച്ചു രുദ്രനായിട്ട്, ഭ്രൂമധ്യയിൽ നിന്നും. അതാണ് രുദ്രൻ്റെ അവതാരം. രുദ്രനക്ക് 11 പേരും 11 സ്ഥാനവും 11 ഭാര്യമാരെയും കൊടുത്തു. സൃഷ്ടിക്കൂ പറഞ്ഞപ്പോൾ രുദ്രൻ ഭൂതപ്രേതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അത് വേണ്ട, തപസ് ചെയ്തോട് പറഞ്ഞ്. പിന്നെ രജോഗുണത്തോട് ഒരു 10 പ്രജാപതികളെ സൃഷ്ടിച്ചു. മരീചി, അത്തി, അങ്കിരസ്, പുലസ്ത്യർ, പുലഹൻ, കൃതു, മൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, കർദമൻ. ഈ പ്രജാപതികളോട് സൃഷ്ടിക്കാൻ പറഞ്ഞു. പിന്നെ ജനങ്ങളെ സൃഷ്ടിച്ചിട്ട് കാര്യമില്ലയോ, അവരെ രക്ഷിക്കണ്ടേ? അവരെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ ഒരു പകുതിയിൽ നിന്നും സ്വായംഭൂമണു, ശതരൂപ എന്ന ദമ്പതിമാരെ സൃഷ്ടിച്ചു. സ്വായംഭൂമണുവോട് പറഞ്ഞു, ഈ പ്രജാപതികൾ സൃഷ്ടിക്കുന്ന ജനങ്ങളെ ഭൂമിയിൽ വെച്ച് രക്ഷിക്കണം. ശരി പറഞ്ഞ് ഈ മനു ഭൂമി എവിടെ നോക്കുമ്പോൾ ഭൂമി കാണുന്നില്ല. ഭൂമി വെള്ളത്തിൻ്റെ ഉള്ളിലാണ്. ഭൂമിയിൽ വെള്ളത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവരണ്ടേ? ബ്രഹ്മാവോട് പറഞ്ഞു. ബ്രഹ്മ ചെയ്ത് കുറച്ച് വെള്ളം കുടിച്ചത് ഭൂമിയെ കണ്ടെത്താൻ വിചാരിച്ച് വെള്ളം കുടിച്ച് നോക്കി. ഇന്ന് 4 തലകൊണ്ട് വെള്ളം കുടിച്ചു. ആഹാരിവോ ജലമഹം ന്യവിവം പുരസ്താദ്യാവിമജ്ജലിമഹി കിമഹം കരോമി. എന്നിട്ടും വെള്ളം ഇങ്ങനെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിച്ചു. നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്. അതുപോലെ നമ്മൾ സ്വയം ഇങ്ങനെയൊക്കെ നമ്മളുടെ ശക്തി കൊണ്ട് ശ്രമിക്കും. അതുപോലെ ബ്രഹ്മാവ് ആദ്യം ശ്രമിച്ചു നോക്കി. പിന്നെ നമ്മളെ കൊണ്ട് വയ്യാൻ വിചാരിച്ചപ്പോൾ ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ച് ശ്വാസം വിടുന്ന സമയത്താണ് വരാഹത്തോ കോനിരക അങ്കുഷ്ഠപരിവാനക. ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും ഭഗവാൻ ഒരു വരാഹ രൂപത്തിൽ അവതാരം ചെയ്തു. ജനിക്കുമ്പോൾ ചെറിയ വരാഹമായി ജനിച്ചു. പിന്നെ വലിയ രൂപം സ്വീകരിച്ചു. ഘർഘറിന് ശബ്ദം കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഭഗവാൻ വലിയ രൂപം സ്വീകരിച്ച് ആ പ്രളയജലത്തിൽ ചാടി. ആ പ്രളയജലത്തിൽ നിന്നും ആ ഭൂമിയെ ഉയർത്തി കൊണ്ടുവന്നു. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, സാധാരണ നാട്ടിലിരിക്കുന്ന വരാഹമില്ല, കാട്ടിലിരുന്ന വരാഹത്തിനെ കാണുമ്പോൾ ഇങ്ങനെ ആ പല്ലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു തേറ്റമുള്ള പല്ല് കാട്ടുപന്നികൾക്കേ ഉള്ളൂ. അങ്ങനെ ഉള്ളവർ ആ കാട്ടുപന്നിയുടെ രൂപം സ്വീകരിച്ചിട്ടാണ് ഭഗവാൻ വന്ന് ആ ഭൂമിയെ ഉയർത്തി കൊണ്ടുവന്നു. ഇപ്പോഴും വരാഹ ഭഗവാന്റെ തേറ്റയിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ സങ്കല്പം ചെയ്യുമ്പോൾ, സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്വേതവരാഹ കൽപ്പേ വൈവസ്വത മന്വന്തരേ, ശ്വേതവരാഹ കൽപ്പേ, ശ്വേതവരാഹം എന്നാണ് പറയുന്നു. പക്ഷെ ശ്വേതവരാഹം പറഞ്ഞാലും ഭാഗവതത്തിൽ പറയുമ്പോൾ തമാല നീലം ശിരദന്ത കൂട്ട്യ, നീലവരാഹം എന്നാണ് പറയുന്നത്. ശ്വേതവരാഹനാണോ നീലവരാഹനാണോ സംശയം നമുക്കുണ്ടാവും. ശരിക്കും ശ്വേതവരാഹൻ തന്നെയാണ്. ഭൂമി നീലമായതുകൊണ്ട് ഭൂമിയുടെ ആ ഡാള് കൊണ്ട് ശ്വേതവരാഹൻ നീലവരാഹമായി മാറി. അങ്ങനെ വരാഹ ഭഗവാൻ ഭൂമി ഉയർത്തി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഗംഭീര സ്തുതി ചെയ്തു. ഋഷീശ്വരന്മാർക്ക് വിദ്യാഗുരവേ നമോ നമഃ. വിദ്യാഗുരുവാണ് ഭഗവാൻ, ഞങ്ങൾക്കും നല്ല വിദ്യ തരണേന്ന് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ താത്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, വരാഹം പറഞ്ഞാൽ ശ്രേഷ്ഠമായ ദിനം, സുദിനം എന്നാണ് അർത്ഥം. വര അഹസ്, വരം പറഞ്ഞാൽ ശ്രേഷ്ഠം, അഹസ് പറഞ്ഞാൽ പഹൽ. സുദിനം നല്ല പഹലാണ്. ഏതാണ് നല്ല പഹൽ? ഭാഗവതം തുടങ്ങുന്ന ദിവസമാണ് നല്ല സുദിനം. അതുകൊണ്ടാണ് ഭാഗവത്തിൽ ആദ്യത്തെ ദിവസം നമുക്ക് വരാഹാവതാരപ്പെടും നമ്മളൊക്കെ വായിക്കുന്നു. അപ്പോൾ സുദിനം, വരാഹം പറഞ്ഞാൽ സുദിനം ഒരർത്ഥം. പിന്നെ യജ്ഞവരാഹം, വെറുതെ വരാഹം പറയാറില്ല, യജ്ഞം കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. കാരണം വരാഹ ഭഗവാൻ അവിടെ വർണ്ണിക്കുമ്പോൾ യജ്ഞമായിട്ട് വർണ്ണിക്കുന്നു. യാഗം ചെയ്യുന്ന സ്ഥലത്തിൽ നോക്കിയാൽ 4 ആൾക്കാർ ഉണ്ടാവും.
ആ 4 ആൾക്കാരാണ് ഭഗവാന്റെ 4 കാലുകൾ. യാഗം ചെയ്യാൻ ഒരു തവി ഉണ്ടാവും, ഒരു അതുപോലെയാണ് വരാഹ ഭഗവാന്റെ ആ നാസിക. യാഗത്തിൽ നെയ്യ് ഹോമിക്കാറുണ്ടല്ലോ, ആ നെയ്യാണ് ആജ്യം ചാതുർഗോത്രം, അത് നെയ്യാണ്. ഇങ്ങനെ വരാഹ ഭഗവാന് ഒരു യജ്ഞരൂപമായിട്ട് വർണ്ണിക്കുന്നു. എന്താ ഇവിടെ നമ്മൾ പറഞ്ഞ് ധരിപ്പിക്കുന്നു? യജ്ഞം പറഞ്ഞാൽ ധർമ്മം, ധർമ്മത്തിൻ്റെ ആധാരത്തിലാണ് ഭൂമി നിൽക്കുന്നു. ഈ ലോകത്തിൽ ഇതുപോലെ സത്കർമ്മങ്ങൾ, ജ്ഞാനയജ്ഞം, ധർമ്മയജ്ഞമൊക്കെ നടക്കുമ്പോൾ ഈ ഭൂമി സ്ഥിരമായിട്ടിരിക്കുള്ളൂ. സത്കർമ്മങ്ങളൊക്കെ കുറഞ്ഞു പോയാൽ എന്താവും? പിന്നെ സുനാമി വരും, ഭൂമി നശിക്കും. ഭൂമി നശിക്കാതെ അത് ദൃഢമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ സത്കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നു. ആ വരാഹ ഭഗവാന്റെ കാല് പിടിച്ച് ആരാണ് നമസ്കരിക്കുന്നുവോ അവരെയും കൂടി ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് വരാഹ പുരാണത്തിലൊക്കെ പറയുന്നു. തസ്യൈജ്ഞ വരാഹസ്യ വിഷ്ണോരമിത തേജസഃ പ്രണാമം യേ പ്രകുർവന്തി തേഷാമപി നമോ നമഃ. അങ്ങനെ വരാഹ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നിർത്താം.